ഹലോ, ഇന്ന് നമുക്കൊരു ഈസി കുക്കീസ് നോക്കാം കേട്ടോ. ഇതിനായിട്ട് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗറും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ് കേട്ടോ. ഞാനത് മുട്ട ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആഡ് ചെയ്തിരുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാക്കി കിട്ടാം. ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഏകദേശം 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിനെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതോടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചെയാണ് കേട്ടോ ഞാൻ ഈ മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ആഡ് ചെയ്തിട്ട് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട, ഇങ്ങനെ ഫോൾഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഒരു കുക്കീസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ബേക്കിംഗ് ട്രേയിൽ ഞാൻ ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 140 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ നല്ല അടിപൊളി കേക്ക് നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇതൊന്ന് റെഡി ആവുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളി കേക്ക് കുക്കീസ് റെഡി ആയിട്ട് കിട്ടും. കേക്കൊന്ന് മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്